ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാലും കോഫി പൗഡറും കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സാധാരണ കാരമലൈസ് ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. അല്ലാതെ തന്നെ നമ്മളിത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിന്ന് കളറൊക്കെ ചേഞ്ചായി ചെറിയൊരു കയ്പ്പുരസം വരും. അതും ഒരു ടേസ്റ്റാണ്. അത് വേറെ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഓരോ പലഹാരത്തിനും ഓരോ ടേസ്റ്റാണല്ലോ. ഇതിന് നമ്മൾ ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ആ ഒരു ടേസ്റ്റ് വേണ്ട. അപ്പോൾ അത് നമുക്ക് അത്ര വലിയ ഇഷ്ടമാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കയ്പ്പുരസം ഉണ്ടാവില്ല. പക്ഷേ ആ പഞ്ചസാര ഇതുപോലെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാരമലൈസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കളറും ചേഞ്ച് ആവില്ല. എന്നാൽ ആ ഒരു നമ്മൾ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഒരു കവർ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ബ്രൂ കോഫി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 രൂപയുടെ ഒരു കോഫി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു കവർ പാലിന്. ഒരുപാട് കളർ ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ഒരു കവർ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കവർ പാലിന് 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അലിഞ്ഞ് വരുന്നവരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോഫി പൗഡറുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതേ പാനിൽ തന്നെ ഞാനിനി കുതിർത്ത് വെച്ച ചവ്വരിയാണ് ആ ഒരു വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 20 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ നല്ലപോലെ കുതിർത്ത് വെച്ചിരുന്ന ചവ്വരിയാണിത്. ഒരു അരക്കപ്പ് അളവിലുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണത്തിന് വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചവ്വരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ നേരത്തെ കാച്ചി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കോഫി പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് എത്രത്തോളം വെള്ളം ചേർത്ത് റെഡിയാക്കി എടുക്കണോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1.5 സ്പൂൺ അളവിലുള്ള കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. ആ ഒരു വെള്ളത്തോടു കൂടി അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഫി ഡ്രിങ്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.